107.8 FM-ൻ്റെയും ആലപ്പി ടൈംസിൻ്റെയും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർഗ്ഗവേദിയിൽ സെയിൻറ്റ് ആൻറ്റണീസ് LPS ഓമനപ്പുഴയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. കൗശലക്കാരനായ കാക്കയുടെ കഥ, ദ തേഴ്സ്റ്റി ക്രോ എന്ന കവിത നമുക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഹിസ സെബാസ്റ്റ്യനാണ്. Hi friends, I am Hisa Sebastian. I am telling a story, Thirsty Crow. One day, a crow was feeling very thirsty. He looked for water there and there. At last, he saw a pot of water in it. But there was little water in the pot. Thought of a plan. Collected stones one by one, put them into the pot. In the water came up a damned water and flew away very happy. Thank you. സർഗ്ഗവേദിയിൽ അടുത്തത് ഒരു കഥയാണ്. കഥ നമുക്ക് വേണ്ടിയിട്ട് പറയുന്നത് ജുവൽ ജിത്തു ആണ്. കഥയുടെ പേരാണ് ലല്ലിയുടെ ചായപ്പെട്ടി. കഥ കേൾക്കാം അല്ലേ? ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ജുവൽ ജിത്തു. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണോ? ഞാൻ പറയുന്ന കഥ ഒരു കുഞ്ഞി താറാവിൻ്റെ കഥയാണ്. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ലല്ലിയുടെ ചായപ്പെട്ടി. ലല്ലി താറാവിൻ്റെ പിറന്നാളിന് അമ്മ അവൾക്ക് ഒരു ചായപ്പെട്ടി സമ്മാനിച്ചു. ഹായ്, താങ്ക് യു അമ്മേ. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒട്ടും വൈകാതെ ലല്ലി ചായപ്പെട്ടിയുമായി പുറത്തിറങ്ങി. കുഞ്ഞൻ ബ്രഷ് ചായത്തിൽ മുക്കി അവൾ ചുറ്റും കണ്ടതിനെല്ലാം നിറമടിക്കാൻ തുടങ്ങി. താമര ഇലകളെ മഞ്ഞയിൽ മുക്കി പാറക്കൂട്ടങ്ങളിൽ ചുവപ്പ് വരച്ചും ഉറങ്ങിക്കിടന്നിരുന്ന തവളച്ചേട്ടൻ്റെ മുഖത്ത് വെള്ളപ്പൊട്ടുകളും തൊട്ടു. ഹയ്യട, നല്ല രസം. ചായപടിയൊക്കെ കഴിഞ്ഞ് ലല്ലിയുടെ ഒരു തുള്ളിച്ചാട്ടമുണ്ട്. ഹയ്യട ഹയ്യ, നല്ല രസം. ചായ പഠിക്കാൻ നല്ല രസം. മഞ്ഞ പച്ച ചുവപ്പെല്ലാം ചേരിൽ വരയ്ക്കാൻ എന്ത് രസം. കുളത്തിലെ കളികളും കഴിഞ്ഞ് ലല്ലി കരയിലേക്ക് കയറി. അപ്പോളുണ്ട് ആനച്ചേട്ടൻ കൂർക്കം വലിച്ചുറങ്ങുന്നു. ലല്ലി പതുങ്ങി ആനച്ചേട്ടൻ്റെ അരികിലെത്തി. എന്നിട്ട് ആനച്ചേട്ടൻ്റെ കാതിൽ ഒരു കുഞ്ഞി പൂമ്പാറ്റയെ വലിച്ചു വെച്ചു. എന്നിട്ട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ആനച്ചേട്ടനുള്ളത് ചെവി ആട്ടിയതും ചെവിക്കൊപ്പം കുഞ്ഞിപ്പൂമ്പാറ്റയും പതിയെ ആടി. അപ്പോഴാണ് ലല്ലി അത് കണ്ടത്. അവൾ ഒളിച്ചിരുന്ന ചെടിയുടെ ഇലയിൽ ഒരു മഞ്ഞപ്പുഴു പേടിച്ച് പതുങ്ങിയിരിക്കുന്നു. എന്തുണ്ടായി? ലല്ലി ശബ്ദം താഴ്ത്തി മഞ്ഞപ്പുഴുവിനോട് ചോദിച്ചു. മിണ്ടല്ലേ, എന്നെ കൊത്തിയെടുക്കാൻ ഒരു പക്ഷി പറന്ന് നടപ്പുണ്ട്, കണ്ടോ? ലല്ലി നോക്കിയപ്പോൾ കൂർത്ത കൊക്കുകളുള്ള ഒരു പക്ഷി ആകാശത്ത് പറന്ന് നടക്കുന്നു. ലല്ലി ചായപ്പെട്ടി തുറന്ന് ബ്രഷ് പച്ചനിറത്തിൽ മുക്കി മഞ്ഞപ്പുഴുവിൻ്റെ ദേഹത്ത് പച്ചനിറം തേച്ചു. ഇനി നിന്നെ ആരും കാണില്ല, ലല്ലി മഞ്ഞപ്പുഴുവിനോട് ശബ്ദം താഴ്ത്തി മഞ്ഞപ്പുഴുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. പച്ചക്കുട്ട ചങ്ങാതി, ഇലയിൽ തന്നെ ഇരുന്നോളൂ. താട് പറക്കും പക്ഷിച്ചേട്ടൻ മേലിൽ നിന്നെ കാണില്ല. ലല്ലി പറഞ്ഞത് കേട്ട് പുഴുക്കുട്ടന് സന്തോഷമായി. അവൻ ലല്ലിയോട് നന്ദി പറഞ്ഞു. ലല്ലിക്കും സന്തോഷമായി. സർഗ്ഗവേദിയിൽ അടുത്തത് ഒരു നാടൻ പാട്ടാണ്. നാടൻ പാട്ട് നമുക്കറിയാം, ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ളതാണ്. വളരെ പാരമ്പര്യം നിലനിർത്തുന്നതും വായ്മൊഴിയായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതുമാണ്
ഓരോ നാടൻ പാട്ടുകളും. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങേയറ്റം ജനപ്രീതി ആർജിച്ച ഒരു കലാരൂപം കൂടിയാണത്. ഈ കൂട്ടുകാർ നമുക്ക് വേണ്ടിയിട്ട് മനോഹരമായൊരു നാടൻപാട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇവാന റൂബിനും ടീമുമാണ് ഈ നാടൻപാട്ട് നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത്. മണ്ണേ നമ്പി മരവിരിപ്പൂ താരിയും താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ, ഇലേ നമ്പി പൂവിരിപ്പൂ താരികം താരോ, പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോ, കായേ നമ്പി കനീരിപ്പൂ താരികം താരോ, കനിയേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ, കിളിയേ നമ്പി ഞാനിരിപ്പൂ താരികം താരോ, എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ, മണ്ണേ നമ്പി മരമിരിപ്പൂ താരികം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ, ഇലേ നമ്പി പൂവിരിപ്പൂ താരികം താരോ, പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോ, കായേ നമ്പി കനീരിപ്പൂ താരികം താരോ, കനിയേ നമ്പി കിളിയിരിപ്പൂ താരികം താരോ, കിളിയേ നമ്പി ഞാനിരിപ്പൂ താരികം താരോ, എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ, മണ്ണേ നമ്പി മരമിരിപ്പൂ താരികം താരോ. ഇനി ഒരു കഥയാണ്. മയിലും കാക്കയും. അഹാന ജയരാജാണ് കഥ അവതരിപ്പിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കാക്കയുടെയും മയിലിൻ്റെയും കഥയാണ്. ഒരിക്കൽ ഒരു ദിവസം ഒരു കാക്ക മരക്കൊമ്പിലിരുന്ന് നോക്കിയപ്പോൾ അവിടെ നിറച്ചു മയിലുകൾ. കാക്ക പറഞ്ഞു, എനിക്കും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്തു രസമായിരുന്നു. മയിലുകൾ പറന്നു പോയി. കാക്ക നോക്കിയപ്പോൾ അവിടെ നിറച്ചു മയിൽപ്പീലികൾ. കാക്ക അതെല്ലാം എടുത്ത് തൻ്റെ ദേഹത്ത് തുന്നിച്ചേർത്ത് വെച്ച് കാക്ക സ്വയം പറഞ്ഞു, ഹായ്, ഇപ്പം എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മയിലിനെ പോലെ തന്നെയുണ്ട്. എന്നിട്ട് കാക്ക മയിലിൻ്റെ കൂടെ പോയി പറന്നിരുന്നപ്പോൾ മയിലുകൾ പറഞ്ഞു, നീ കാക്കയല്ലേ, നീ മയിലല്ലല്ലോ. അപ്പം കാക്കക്ക് വിഷമമായി. കാക്ക കാക്കയുടെ കൂടെ തന്നെ പോയിരുന്നപ്പോൾ കാക്കകൾ പറഞ്ഞു, നീ മയിലല്ലേ, നീ കാക്കയല്ലല്ലോ. അപ്പം കാക്കക്ക് പിന്നെയും വിഷമമായി. കാക്ക തൻ്റെ മയിൽപ്പീലികളെല്ലാം വലിച്ചൂരിക്കളഞ്ഞിട്ട് കാക്കയുടെ കൂടെ തന്നെ പോയിരുന്നിട്ട് പറഞ്ഞു, നമ്മൾ നമ്മളായി തന്നെ ഇരിക്കണം, മറ്റുള്ള ആകാൻ ശ്രമിക്കല്ലേ. നന്ദി, നമസ്കാരം. സർഗവേദിയിൽ അടുത്തത് ഒരു ദേശഭക്തി ഗാനമാണ്. ആൽവിൻ TJ ആണ് ദേശഭക്തി ഗാനം നയിക്കുന്നത്. സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പടരുന്നു, ഇടനെഞ്ചിൽ വേരോടും കടലാടും ഓർമ്മകളെ ചുടുമിഴുതിയ പൂക്കൾ കൊണ്ടിന്നേതാ മതിവാദ്യങ്ങൾ. ഇടനെഞ്ചിൽ വേരോടും കടലാടും ഓർമ്മകളെ ചുടുമിഴുതിയ പൂക്കൾ കൊണ്ടിന്നേതാ മതിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാമ്മയ്ക്ക് പ്രിയമേറെ, കാത്തുരക്ഷിച്ച് മുന്നേറാം ഒന്നാണേ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാമ്മയ്ക്ക് പ്രിയമേറെ, കാത്തുരക്ഷിച്ച് മുന്നേറാം ഒന്നാണേ എല്ലാരും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഓ ഓ നോവ് ചിങ്ങുമീ പോർച്ചരിതം, ഞാവനിൻവളം വീർച്ചരിതം, പോരിടങ്ങളിൽ പോരടിച്ചവർ തണ്ടുപോയടി സ്വാതന്ത്ര്യം. നോവ് ചിങ്ങുമീ പോർച്ചരിതം, ഞാവനിൻവളം വീർച്ചരിതം, പോരിടങ്ങളിൽ പോരടിച്ചവർ കണ്ടുപോയടി സ്വാതന്ത്ര്യം.
സ്നേഹമുകളങ്ങൾ പൂത്തുവിടരുന്ന അരുമനാവിത് കാത്തിടാം. പ്രിയജനത്തിന്റെ സ്വരമുയർത്തുന്ന കളകളെ ഉളയുന്നുള്ളിടാം. നെഞ്ചേക്കാം മമഭാരതം നാടിന്നുണരുന്നു, ജയഗീതം പടരുന്നു. സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പടരുന്നു. ഇടനെഞ്ചിൽ വേരോടും കടലാടും ഓർമ്മകളെ ചുടുമിഴുതിൽ പൂക്കൾ കൊണ്ടിന്നേതാം അതിവാദ്യങ്ങൾ. ഇടനെഞ്ചിൽ വേരോടും കടലാടും ഓർമ്മകളെ ചുടുമിഴുതിൽ പൂക്കൾ കൊണ്ടിന്നേതാം അതിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാമ്മയ്ക്കു പ്രിയമേറെ. കാത്തുരക്ഷിച്ചു മുന്നേറാമൊന്നാണ് എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാമ്മയ്ക്കു പ്രിയമേറെ. കാത്തുരക്ഷിച്ച മുന്നേറാമൊന്നാണ് എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗവേദി. സർഗവേദിയിൽ ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഓമനപ്പുഴ സെയിൻറ് ആനീസ് LPSലെ കൊച്ചു കൂട്ടുകാരാണ്. അടുത്തത് ഹിന്ദിയിലെ മനോഹരമായ ഒരു കവിതയാണ് മേരി മാം നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് ഡോൺ പി വിനോദാണ്. नमस्ते, मेरा कविता का नाम प्यारी माम. प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती. तासा तासा दूध पिलाती. तरह तरह का खाना देती. मेरी सारी बातें सुनती. अच्छी अच्छी सीखें देती. संग सुलाती सुबह जगाती. कितनी प्यारी अम्मा मेरी. धन्यवाद. സർഗവേദിയിൽ അടുത്തത് ഇവാന റോബിൻ അവതരിപ്പിക്കുന്ന ഒരു മോണാക്റ്റാണ്. ഒരു കുഞ്ഞു മോണാക്റ്റ് ആണെങ്കിൽ പോലും അതിലൂടെ ഒരു വലിയ സന്ദേശമാണ് ഈ കുഞ്ഞുമകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഫോണിൻ്റെ ദുരുപയോഗം നിമിത്തം മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ചിലവഴിക്കാനുള്ള സമയം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞു മനസ്സിൻ്റെ തേങ്ങലാണ് ഈ മനോഹരമായ മോണാക്റ്റിലൂടെ ഈ കുട്ടി അവതരിപ്പിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഇവാന റോബിൻ. അമ്മേ അമ്മേ, എൻ്റെ സോക്സ് എവിടെ? എൻ്റെ ബെൽറ്റ് എവിടെ? അതൊക്കെ അവിടെ ഉണ്ടാവും. ബസ് ഇപ്പോൾ വരും, വേഗം പോകാൻ നോക്കുക. ബായ് അമ്മേ, ബായ് അച്ഛാ. ബൈ ബൈ ബൈ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് എല്ലാവരും ഹാപ്പി ആണല്ലോ. വെക്കേഷന് നിങ്ങൾ എവിടേക്കൊക്കെ പോയി? ടീച്ചർ, ഞാൻ ബീച്ചിൽ പോയി കുറേ കളിച്ചു. ടീച്ചർ, ഞാൻ ബീച്ചിൽ പോയി കുറേ കുളിച്ചു. അല്ല, മണിക്കുട്ടി എന്തിനാ കരയുന്നത്? ഞാൻ എങ്ങോട്ടും പോയില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ല. കരയണ്ട കേട്ടോ. അശ്വതി അശ്വതി. ഷോ, ഈ പെണ്ണെവിടെ പോയി കിടക്കണാവോ? അശ്വതി. ആ, റാണിയമ്മയോ? റാണിയമ്മേനെ കുറേ വിളിച്ചോ? പിന്നെ വിളിക്കാണ്ട് ഏതു നേരവും ചെവിയിൽ ഈ സാധനം കുത്തിവെച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കോ? അത് റാണിയമ്മ എൻ്റെ കൂട്ടുകാർ വീഡിയോ കോളും ചാറ്റൊക്കെ അയച്ചുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. നിനക്കിങ്ങനെ കുത്തിക്കളിച്ചാൽ പോരെ, ഞാൻ പോവാ. അമ്മേ, വിശക്കുന്നു. അവിടെ ബിസ്ക്കറ്റും ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയിരുന്ന് കഴിക്ക്. എന്നും ഒരു ബിസ്ക്കറ്റും ചായയുടെ. അവിടെ അപ്പൂവിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ അവൻ എന്തൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കി തരാ. അമ്മ എനിക്കെന്താ ഒന്നും ഉണ്ടാക്കി തരാത്തേ? പോയിരുന്ന് കഴിക്ക്. അമ്മേ, ഫോണും തരോ? കാത്തു കാണാനാ. പൊടി, നിൻ്റെ ഒരു കാത്തു. ഹലോ, അനുക്കൂടെ ടീച്ചറാണോ? ആണെയോ? നാളെ അനുവിനെയും കൂട്ടി വരണോന്നോ? ശരി. ഡി, നീ എന്താ സ്കൂളിൽ ചെന്ന് കാണിച്ചേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അച്ഛൻ വരട്ടെ. അശ്വതി. ആ, നിങ്ങൾ വന്നോ? നിങ്ങളുടെ പൊന്നാര മോളുടെ ടീച്ചറാ ഇപ്പം വിളിച്ച. ഡി, നീ എന്താ സ്കൂളിൽ ചെന്ന് കാണിച്ചേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഈ അമ്മ വെറുതെ പറയാ. ശരി, നമുക്ക് നാളെ പോകാം. അനുക്കുട്ടിയുടെ പാരൻസ് ആണോ? വരൂ, ഇരിക്കൂ. എന്താ ടീച്ചർ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവരോടും കൂടെ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാണെന്ന്. എല്ലാവരും പറഞ്ഞു ടീച്ചർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ. പക്ഷെ അവൾ പറഞ്ഞ കാര്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൾക്ക് അവളുടെ അമ്മയുടെ ഫോണായാൽ മതിയെന്ന്. ബട്ട് ന്യൂസസ് മൊബൈൽ ഫോണോ? നോ 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 നോ. കുട്ടി അങ്ങനെ പറയാൻ കാരണം നിങ്ങളാണ്.
സോറി ടീച്ചർ, കുറച്ച് ബിസി ആയതുകൊണ്ട് മോളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞില്ല. ടീച്ചർ, എൻ്റെ മോളെ ഒന്ന് വിളിക്കുമോ? ആ, 4th സ്റ്റാൻഡേർഡ് അനുവിനെ ഒന്ന് വിളിച്ചേ. മോളെ, എന്നോട് ക്ഷമിക്കും മോളെ, പറ മോൾക്ക് എന്ത് വേണം? എനിക്ക് അമ്മയും വേണം, അച്ഛനെയും വേണം, എപ്പോഴും വേണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം, മടിയിൽ കിടന്നുറങ്ങണം. ശരി മോളെ, നമുക്ക് പോകാം. നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കൂ. നന്ദി, നമസ്കാരം. അടുത്തത് ഒരു തമിഴ് പ്രസംഗമാണ് മറിയം ക്രിസബെല്ലയുടെ. പ്രകൃതിയെ പറ്റിയുള്ളതാണ് ഈ പ്രസംഗം. നമുക്ക് കേൾക്കാം. அன்புடன் வாத்தியார் அவர்களே, நண்பர்களே வணக்கம். இன்னைக்கு நான் இங்கே பேச போகிற விஷயம் இயற்கை. தெய்வம் இயற்கையாவோ எல்லாம் அது தருகின்ற உயிரின் அடித்தட்டாவோ பூமியை மாசுபடுத்தும் போது மேற்கொள்ள வேண்டிய பிரச்சனைகள் ஏராளமாகும். அதை நாம் അനുഭവിച്ചു കൊണ്ടിരിக்கிறோம். നിലനടുക്കം, സുനാമി, വെള്ളം, കൊടുങ്കാറ്റ് ഇവരാക ഭൂമിയെ എതിർത്ത് നിൽക്കുന്നത്. മരത്തെ വെട്ടി കാടുകളെ അകാട്ടും പോതും മലകളെ ഇടിക്കും പോതും ആറുകളെ നിരപ്പും போதும் நாம் இயற்கையை ஆற்றிக்கொண்டிருக்கிறோம். தெரியுமா மனிதனே, நீ உன் பூமியை ஆற்றிக்கொண்டிருக்கிறாய். இரவு பகல், பிறப்பு இறப்பு, மழை இவ அனைத்து இயற்கை விளையாடு. என்னை பொறுத்து மதக்காத கோயில் கட்டும் போதும், என்னை பேதி சொல்லி மனிதர் சண்டை போதும் போதும் மனிதர் சிறிதளவு யோசித்தார். உங்களுடைய செயல்பாடு அன்போடு இருக்கலாம். பிறப்பு இறப்பு அதற்கிடையே சிறிது காலத்துள்ள பயணம் எல்லா உயிரின் வாழ்வாதாரம் பாதுகாக்காக ഭക്തിയുடன் വേണ്ടിക്കുള്ളൂ. നന്ദി, വണക്കം. ഇനി സർഗവേദിയിൽ ഏതൻ ജാക്സന്റെ മനോഹരമായ ഒരു ലളിതഗാനമാണ്. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചോരഞ്ജിത പൂവിനും മൗനം. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചോരഞ്ജിത പൂവിനും മൗനം. പാതിരാക്കാറ്റിൻ്റെ ചുംബനപ്പാടുള്ള ഹേമന്തരാവിനും മൗനം. സുഖമുള്ള മൗനം, അഴകുള്ള മൗനം, ആയിരം ചിറകുള്ള മൗനം. സുഖമുള്ള മൗനം, അഴകുള്ള മൗനം, ആയിരം ചിറകുള്ള മൗനം. പാതി വിരിഞ്ഞൊരു പവിഴ മല്ലികൾക്കെന്തോ പറയാൻ മടിയായി. പാതി വിരിഞ്ഞൊരു പവിഴ മല്ലികൾക്കെന്തോ പറയാൻ മടിയായി. ആരുടെ രാഗ നിമന്ത്രണം കേൾക്കാൻ ആത്മാവിലെന്നും കൊതിയായി. രാവിൻ്റെ സിരകൾ തന്ത്രികളാക്കി രഹസ്യമോഹങ്ങൾ, ആ രഹസ്യമോഹങ്ങൾ. അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചോരഞ്ജിത പൂവിനും മൗനം. താങ്ക് യു. അടുത്തതൊരു തമിഴ് കവിതയാണ്. പ്രതീക്ഷ പ്രമോദാണ് ഈ കവിത നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. വൈരമുത്തുവിൻ്റെ മനോഹരമായ വരികളിലൂടെ നമുക്കിത് കേൾക്കാവുന്നതാണ്. வணக்கம் பெரியோர்களே, நண்பர்களே. நான் இங்கே சொல்ல போகிற கவிதை வைரமுத்து அவர்களின் வரங்கள். எண்ணங்கள் வாழ்நோக்கி உயர வேண்டும், எழுத்தெல்லாம் தொடராகி தெரிய வேண்டும். பெண்ணென்றால் தாயென்று பார்க்க வேண்டும், பெரியோரே அறிகின்ற வெற்றி வேண்டும். வண்ணங்கள் தெரியாதே பார்வை வேண்டும், வயதிக்கு சரியான வாழ்க்கை வேண்டும். கண்ணீரில் சுகம் காணும் ஞானம் வேண்டும், காமத்தை கடந்தேறும் யோகம் வேண்டும். சொன்னபடி கேட்கின்ற உள்ளம் வேண்டும், சொன்னால் தான் சாகின்ற தேகம் வேண்டும். கண்ணோடு வாழ்நெட்டி கனல வேண்டும், கருதுவதை உறக்கின்ற வன்பை வேண்டும். பண் கொண்ட இசை பாடல் பயில
நண்பர்களே சுரண்டாத நடப்பு வேண்டும், நாளைக்கு கலங்காத செல்வம் வேண்டும். ஆகாயால் இருந்தாலும் ருசிக்க வேண்டும், அழுதாலின் புள்ளின் வேர் நனைய வேண்டும். ஏகாந்தம் நம்மோடு வசிக்க வேண்டும், எப்போதும் சிரிக்கின்ற உதடு வேண்டும். மலரோடு மாராய்ச்சி நடைத்த வேண்டும், மழை பாடும் சங்கீதம் ருசிக்க வேண்டும். சிலரோடு கவிதைகளை தொழிக்க வேண்டும், சிந்தனையை காற்றாக பரப்ப வேண்டும். நிலவோடு நதி நீரில் குளிக்க வேண்டும், நித்திரையை கலக்காத கனவு வேண்டும். பலரோடு ஒன்றாக பழக வேண்டும், பனித்துளிகள் உலகத்தை பார்க்க வேண்டும். தெய்வத்தை தேடாத ஞானம் வேண்டும், தெய்வங்கள் நாம் இங்கு தெளிய வேண்டும். பொய் சொன்னால் சிடுவென்ற நாவு வேண்டும், போராடி வெல்கின்ற பொலிமை வேண்டும். கை ரெண்டும் முறை கத்தால் கமனம் வேண்டும், காலத்தின் மாற்றத்தை மதிக்க வேண்டும். மெய்வென்று வாழ்க்கென்று வம்பு வேண்டும், வேகம் போல் பொழிந்து விட்டு கலைய வேண்டும். வேகம் போல் பொழிந்து விட்டு கலைய வேண்டும், வேகம் போல் பொழிந்து விட்டு கலைய வேண்டும். നന്ദി, വണക്കം. സർഗവേദിയിൽ അടുത്തത് അലൈൻ മേരി ഫ്രാൻസിസിൻ്റെ ടീമിൻ്റെയും മനോഹരമായ ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി. പാസുരഭൂമി, ഭാരതഭൂമി, പാവനഭൂമി, ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ത്യാഗത്തിൻ അഭിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി. വാസുരഭൂമി, ഭാരതഭൂമി, വാസുരഭൂമി, ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. താങ്ക് യു, താങ്ക് യു. ഓമനപ്പുഴ സെയിൻറ് ആനീസ് LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. അവസാനമായിട്ട് ഒരു കന്നഡ പ്രസംഗമാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് പ്രതീക്ഷ പ്രമോദാണ്. ಮಾನ್ಯ ಸದಸ್ಯರಿಗೆ ವಂದನೆಗಳು. ನಾನು ಇವತ್ತು ಮಾತಾಡುವ ವಿಷಯ ನನ್ನ ಊರು ಕೇರಳ. ಕೇರಳ ನನ್ನ ಜನ್ಮನಾಡು. ಕೇರಳ ಅತ್ಯಂತ ಪ್ರಕೃತಿ ಸುಂದರವಾಗಿದೆ. ಆದ್ದರಿಂದ ನಮ್ಮ ಊರವರು ಮತ್ತು ವಿದೇಶಿಯರು ಕೇರಳಕ್ಕೆ ದೇವರ ಸ್ವಂತ ಊರು ಎಂಬ ವಿಶೇಷಿಸುತ್ತಾರೆ. ಒಂದು ಕೇರಳೀಯರೆಂದ ನಾನು ಅಭಿಮಾನಗೊಳ್ಳುತ್ತೇನೆ. ಕೇರಳ ವೃಕ್ಷಗಳಾಲು, ಕೆರೆಗಳಾಲು ಮತ್ತು ನದಿಗಳಾಲು ಸುಂದರವಾಗಿದೆ. ಸುಂದರವಾದ ಪ್ರಕೃತಿಯು ಒಳ್ಳೆಯ ಕೊಡುಗೆಯಾಗಿದೆ. ನಮ್ಮ ಪ್ರಕೃತಿಯು ನಾವು ಭೂಮಿ ಅಲ್ಲಿ ಬದುಕಲು ಬೇಕಾದದ್ದನ್ನು ಒದಗಿಸುತ್ತದೆ. ನಮಗೆ ಉಸಿರಾಡಲು ಗಾಳಿ, ಕುಡಿಯಲು ನೀರು ಮತ್ತು ತಿನ್ನಲು ಆಹಾರವು ಪ್ರಕೃತಿಯಲ್ಲಿದೆ. ಆದ್ದರಿಂದ ನಮ್ಮ ಭೂಮಿಯನ್ನು ಉಳಿಸುವುದು ನಮ್ಮ ಜವಾಬ್ದಾರಿಯಾಗಿದೆ. ಪ್ರತಿಯೊಂದು ಜೀವಿಗಳು ಪ್ರಕೃತಿಯನ್ನು ಅವಲಂಬಿಸಿ ಬದುಕುತ್ತವೆ.
ಅದಕ್ಕಾಗಿ ನಾವು ತ್ಯಾಜ್ಯವನ್ನು ಉಪಯುಕ್ತ ರೀತಿಯಲ್ಲಿ ವಿಲೇವಾರಿ ಮಾಡಬಹುದು, ಮರಗಳನ್ನು ನೆಡಬಹುದು ಮತ್ತು ಜಲಮೂಲಗಳು ಮಾಲಿನ್ಯವನ್ನು ತಪ್ಪಿಸಬಹುದು. ನಮ್ಮ ಪ್ರಕೃತಿಯನ್ನು ರಕ್ಷಿಸುವುದು ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿಯ ಕರ್ತವ್ಯವಾಗಿದೆ. ನಾವು ನಮ್ಮ ಪ್ರಕೃತಿಯನ್ನು ರಕ್ಷಿಸಿದರೆ ಮಾತ್ರ ನಾವು ಉತ್ತಮ ಆರೋಗ್ಯವನ್ನು ಹೊಂದಿದ್ದೇವೆ. ಕೇರಳ ಕಲಾ, ಕಾಯಿಕ, ಸಾಂಸ್ಕಾರಿಕ ಮೇಖಲೆಗಳಲ್ಲೂ ಪ್ರಶಸ್ತವಾಗಿದೆ. ಕೇರಳದ ಪ್ರಕೃತಿಯನ್ನು സംരക്ഷണം ಮಾಡುವುದು ನಮ್ಮ കർത്തവ്യവാಗಿದೆ. ധന്യവാദಗಳು. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സർഗവേദിയിൽ ഇന്ന് സെയിൻറ് ആന്നീസ് LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ്. അടുത്ത സ്കൂളിൻ്റെ വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് അടുത്ത ആഴ്ച കാണാവുന്നതാണ്. നമസ്കാരം.